കല്യാണത്തിന്റെ അന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്തായിട്ട് പറഞ്ഞ കല്യാണം, ആ കല്യാണത്തിന്റെ അന്ന് സ്റ്റേജിൽ കയറ്റിയിട്ട് മൊത്തം ഇങ്ങനെ വെള്ളം അങ്ങനെ എടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ആ പെണ്ണ് ളുഹ്ർ സ്കരിച്ചിട്ടുണ്ടാവില്ല, അസ്ർ സ്കരിച്ചിട്ടുണ്ടാവില്ല, മഗ്‌രിബ് ഉണ്ടെങ്കിൽ ഇശാ സ്കരിച്ച് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞു. കാരണം പെയിന്റ് ഒക്കെ പോണ്ടേ, മൊത്തം പുട്ടിയൊക്കെ അടിച്ച് ആദ്യം പുട്ടിപ്പണിക്കാരൻ ആദ്യം വരണോ, പുട്ടിപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് മെയിൻ പെയിന്റടിക്കാരൻ വരണോ, അത് കഴിഞ്ഞിട്ട് ഫിനിഷിംഗ് വർക്കിന്റെ ആള് വരണം. ഇവിടെ കറുപ്പ്, ഇവിടെ ഐലാഷ്, പിന്നെ ഇവിടെ വേറെ പെയിന്റ്, പിന്നെ ഇവിടെ വേറെ പെയിന്റ്, ഇവിടെ ചോപ്പടിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതൊന്ന് പോക്കണമെങ്കിൽ ഇത് കഴുകാൻ വേണ്ടി വേറെ ടീമിന് വേറെ വിളിക്കേണ്ടി വരും, പെയിന്റ് ഒക്കെ പോകണമെങ്കിൽ. എന്നിട്ടല്ല ഇപ്പോൾ നിസ്കാരം നടക്കുള്ളൂ. ഞാൻ അതിനെ വിമർശിക്കല്ല, അങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്തോളി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഉസ്താദമാരൊക്കെ വന്നിട്ട് പടച്ചോനെ സ്വർഗം തരണേ അള്ളാന്ന് പറയുമ്പോൾ ആമീൻ പറയരുത്. ഒരു മാന്യത വേണ്ടേ? ഞാൻ ഇങ്ങനെയൊക്കെ നടന്നത് ഇത് കിട്ടൂല എന്നുള്ളൊരു തിരിച്ചറിവ് വേണ്ടേ? എന്നിട്ട് ഉൾപ്പില്ലാതെ ഇങ്ങനെയൊക്കെ നടന്നിട്ട് ഉൾപ്പില്ലാതെ ആമീനും പറയാം വന്നിട്ട്. എന്നിട്ട് ഇങ്ങനെയൊക്കെ കല്യാണം നടന്ന് ളുഹ്ർ അസ്റൊക്കെ കലാക്കിയിട്ട് കണ്ട ആണുങ്ങൾ മുഴുവനും ആ പെണ്ണിനെ കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് ഇവര് പറയാണ് അതിലുണ്ടാകുന്ന കുട്ടികൾ സ്വാലീങ്ങളാവണം, നടക്കൂല. അതിലുണ്ടാകുന്ന അള്ള വിചാരിച്ചൊക്കെ നടക്കുക, വേറെ കാര്യം. ഇത് ആലമുൽ അസ്ബാബ, ഒരു കാരണം വേണ്ടേ? നമ്മൾ വെറുതെ ഇങ്ങനെ കുറെ എന്നിട്ട് 501 രൂപ നേർച്ചയാക്കാം മോന്റെ സ്വഭാവം നന്നാവാൻ. മോന്റെ എന്താ MDMA അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പെണ്ണിന്റെ കല്യാണത്തിന്റെ കണ്ട ആണുങ്ങളെ മുമ്പിൽ മുഴുവൻ നിന്ന് എന്നിട്ട് അന്ന് ളുഹ്ർ അസ്ർ കലാക്കിയിട്ട് കല്യാണം നടത്തി വന്നതാ. എന്നിട്ട് അതിലുണ്ടാകുന്ന കുട്ടി 15 വയസ്സാകുമ്പോൾ MDMA അടിക്കാതിരുന്നാലല്ലേ കൗൺസിലിംഗ് കൊണ്ടുവരേണ്ട ആവശ്യം. ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം ബോധ്യപ്പെടുന്നുണ്ട്.